End of chapter. Exercise question number 19. The figure shows 9 identical rectangles fitted together to make a large rectangle whose area is 72 centimeters square. Find the perimeter of each small rectangle. അപ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കിൾ കാണാം. ഇതിൻ്റെ അകത്ത് 1 2 3 4 5 6 7 8 9 ഇങ്ങനെ നമുക്ക് 9 റെക്ടാങ്കിൾസ് കാണാം. ഇനി ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച് സ്മോൾ റെക്ടാങ്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ മുകളിലത്തെ റോയിൽ 4 റെക്ടാങ്കിൾസ് ആണ്, താഴെ 5 റെക്ടാങ്കിൾസുമാണ്. ഇത് ഐഡന്റിക്കൽ ആണെന്ന് പറയുമ്പോൾ ഇത് 4 എണ്ണം, ആദ്യത്തെ റോയിലെ 4 എണ്ണം ലെങ്ത് വൈസ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ, ലെങ്ത് ഇതേ രീതിയിൽ. ഇനി ഇതിങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ ഒരുപോലെയുള്ളത് വയ്ക്കുക. ഇനി ഇതിനെ തിരിച്ച് ബ്രെഡ് ഇങ്ങനെ ഈ രീതിയിലാണ് അതിൻ്റെ താഴത്തെ റോയിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 3 4 ഒരു 5 എണ്ണം താഴത്തെ റോയിൽ വെക്കാൻ പറ്റുന്നത്. അപ്പം മുകളിലത്തെ റോയിൽ ലെങ്ത് വൈസും താഴത്തെ റോയിൽ ബ്രെഡ്ത്ത് വൈസുമായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. In top row, the rectangles are placed lengthwise and in bottom row it is arranged breadthwise. അപ്പോൾ നമുക്ക് കാണാം ടോട്ടൽ ലെങ്ത് of the rectangle equal to 4L, where L is the length of one rectangle. Total breadth of the rectangle equal to 5B, where B is the breadth of one rectangle. അതുകൊണ്ടാണ് അത് ഒരുപോലെ 4 ലെങ്ത്തിന് വന്ന അതേ നീളത്തിൽ തന്നെ ഈ 5 പ്രാവശ്യം ബ്രെഡ്ത്ത് വൈസ് വയ്ക്കുമ്പോൾ വരുന്നുണ്ട്. അതായത് 4 times ലെങ്ത് ഈസ് ഈക്വൽ ടു 5 times ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അപ്പം ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 4 times L ഡിവൈഡഡ് ബ്രെഡ്ത്ത് 4L/5 എന്ന് നമുക്ക് എടുക്കാം. അപ്പം നമുക്കിനി area of rectangle equal to length into breadth. Length into breadth ആകുമ്പോൾ ലെങ്ത് 4L, ഇത്രയുമാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇവിടെ എടുത്താൽ ഇത് ഇത്രയും എടുത്താൽ നമുക്കിതിനെ 4L, ഇത്രയും ഭാഗം 4L എന്നെടുക്കാം. ഇനി ഇവിടെ ഇത് ബ്രെഡ്ത്ത് വൈസ് വെച്ചേക്കുന്നതുകൊണ്ട് ഇത്രയൊരു ഭാഗം ഇതിൻ്റെ ലെങ്ത്ത്, ഒരു റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ഇത്രയും ഭാഗം ഇതിൻ്റെ ബ്രെഡ്ത്തുമാണ്. അപ്പോൾ ഈ വലിയ റെക്ടാങ്കിളിനെ സംബന്ധിച്ച് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് പ്ലസ് ഈ സ്മോൾ എൽ പ്ലസ് സ്മോൾ ബി ആയിരിക്കും ഇതിൻ്റെ
ഇത്രയും ഭാഗത്തിൻ്റെ ആ ഒരു ബ്രെഡ്ത്തായി എടുക്കാൻ സാധിക്കും. കാരണം ഈ ഇതിൻ്റെ ലെങ്ത്താണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്. ഇത് ടോപ്പ് റോയിൽ വരുമ്പോൾ ഇത് ബ്രെഡ്ത്ത്. ഇവിടെ ഇതാണ് ലെങ്ത്. ഇത്രയും പോർഷനാണ് ഇവിടെ ലെങ്ത്. ഈ ഭാഗമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത്രയും. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്താണ് ഇതിൻ്റെ വലിയ ഈ റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്തായിട്ട് വരുന്നത്. അപ്പോൾ ലെങ്ത് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ് എന്ന് പറയുമ്പോൾ ലെങ്ത് 4L ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത് പ്ലസ് സ്മോൾ l പ്ലസ് b. ഇനി നമുക്കിവിടെ എല്ലിന് 4L ഇൻറ്റു L പ്ലസ് ബിയും കൂടെ നമുക്ക് 4L/5 എന്ന് എഴുതാം. 4L/5 ഈക്വൽ ടു 4L ഇൻറ്റു ഇവിടെ 5 ഡിനോമിനേറ്റർ എടുക്കുന്നു. 5L പ്ലസ് 4L ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 4L ഇൻറ്റു 9L/5 ഈക്വൽ ടു 36L²/5. ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 72 cm² തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 36L²/5 is equal to 72. So 36L² is equal to 72 into 5. 36L² is equal to 72 into 5, 360. L² എന്ന് പറയുന്നത് 360 divided by 36, that is 10. L² 10 ആണ്. L² 10 ആണെങ്കിൽ L is equal to square root of 10. Root 10 units. സെന്റിമീറ്റർ യൂണിറ്റ് തന്നിട്ടുണ്ട്. സെന്റിമീറ്ററിൽ റൂട്ട് 10 സെന്റിമീറ്റർ ലെങ്ത്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന B is equal to 4L/5. 4L/5 is equal to 4 into root 10/5. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ഓഫ് സ്മോൾ റെക്ടാങ്കിൾ ഈക്വൽ ടു പെരിമീറ്ററിൻ്റെ ഫോർമുല 2 into L പ്ലസ് ബി ഈക്വൽ ടു 2 into root 10 plus 4 root 10/5. 2 into root 10 കോമൺ ആയിട്ട് എടുക്കാം into 1 plus 4/5 equal to 2 into root 10 into 1 plus 4/5 എന്ന് പറഞ്ഞാൽ 1 into 5, 5 plus 4/5, 9/5 into 9/5. 2 into 9 root 10 divided by 5 equal to 18/5 root 10. root 10 വാല്യൂ ഏകദേശം 3 point something വരും. 18 divided by 5 5 3s are 15. 3.6. So 3.6 root 10.
റൂട്ട് ടെൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 3.6 റൂട്ട് 10 സെൻറ്റിമീറ്റർ. ഇതാണ് പെരിമീറ്റർ ഓഫ് ദ സ്മോൾ റെക്ടാങ്കിൾ. Thank you.